ഇത്തവണത്തെ മികച്ച മുഹമ്മദ് റാഫിക്ക് ജന്മനാടിന്റെ സ്നേഹോഷമായ വരവേൽപ്പ് നൽകുകയാണ് ഇവിടെ തൃക്കരിപ്പൂർ പൗരാവിൽ. കൊടുത്തുവിടുന്ന മലബാറിന്റെ സംസ്കാരത്തിന്റെ അഭിമാന താരകമാണ് മുഹമ്മദ് റാഫി. കടലോരത്തിന്റെ മണൽ പരപ്പിൽ കാൽപ്പനിലയുടെ ആദ്യ പാടുകൾ ഉയർത്തിപ്പിടിച്ച കഠിനാധ്വാനത്തിയ യുവത്വം കാറ്റിനോട് ഇന്ത്യയിലെ മികച്ച ഫുട്ബോളർ മുഹമ്മദ് റാഫിക്ക് നാട്ടിന്റെ സ്നേഹോഷ്ഫലമായ വരവേൽപ്പ്. ഇതിഹാസ താരം മുഹമ്മദ് റാഫി ഇത്തവണത്തെ മികച്ച ഇന്ത്യൻ ഫുട്ബോളറായി പരിഗണിക്കപ്പെടുകയാണ്. പോർച്ചുഗൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പരിഗണിച്ച പള്ളിയോട്ടം അഭിമാനകരമായി വളർന്ന മുഹമ്മദ് റാഫിക്ക് നാടിന്റെ സ്നേഹോഷ്ഫലമായ വരവേൽപ്പ്. പ്രതികൂല സാഹചര്യങ്ങളിലും പരമാവധി ഫുട്ബോൾ രംഗത്ത് വളർച്ചകൾ കാണുന്ന മുഹമ്മദ് റാഫിക്ക് ജന്മനാട്ടിന്റെ സ്നേഹോഷ്ഫലമായ വരവേൽപ്പ്. തൃക്കരിപ്പൂരിലെ ഫുട്ബോൾ ചരിത്രത്തിന്റെ ഏറ്റവും അവിസ്മരണീയവും ഏറ്റവും അഭിമാനകരവുമായ ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള തൃക്കരിപ്പൂരിലെ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ, എഞ്ചിനീയർ MTP അബ്ദുൽ ഖാദർ, സ്വീകരണ കമ്മിറ്റിയുടെ ചെയർമാനും ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പളുമായിട്ടുള്ള ശ്രീ PV വാസൻ സർ, അതുപോലെ ശ്രീ റാഫിയുടെ അഭ്യുദയകാംക്ഷികളും അതുപോലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ഇവിടുത്തെ ആദരണീയരായ ഫുട്ബോൾ പ്രേമികളെ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെ, സമുന്നതരായിട്ടുള്ള നേതാക്കളെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, നാളെയുടെ ഫുട്ബോൾ പ്രതിഭകളായി വളർന്നു വരുവാൻ ഇവിടെ ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള നാളത്തെ ഫുട്ബോൾ പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ, സുഹൃത്തുക്കളെ, റാഫിയുടെ പിതാവ് വന്ധ്യപിതാവ് ശ്രീ അബ്ദുള്ള അവർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുള്ള അവർ, സുഹൃത്തുക്കളെ, തൃക്കരിപ്പൂരിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ഒരു അധ്യായമാണ് ഇത് നമുക്ക് ഇവിടെ രചിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തൃക്കരിപ്പൂരിലെ ജനങ്ങൾ എന്നും ഫുട്ബോളിനെ നെഞ്ചിലേറ്റി താലോലിച്ചിട്ടുള്ളവരാണ്. ആ ഫുട്ബോളിനോടുള്ള അദമ്യമായ തൃക്കരിപ്പൂരിന്റെ സ്നേഹവും ആദരവുമാണ് റാഫിക്കിന് നൽകിയിട്ടുള്ള ഈ പൗര സ്വീകരണത്തിലൂടെ തൃക്കരിപ്പൂരിലെ പൗരാവലി തെളിയിച്ചിരിക്കുന്നു. തൃക്കരിപ്പൂർ പട്ടണത്തിന്റെ തെരുവീഥികളെ പോലും പുളകമണിയിച്ചുകൊണ്ടുള്ള ആവേശോജ്വലമായ ഒരു വരവേൽപ്പാണ് റാഫിക്ക് നമ്മൾ നൽകിയത്. എനിക്ക് 19 വർഷക്കാലത്തെ എന്റെ ഫുട്ബോളുമായിട്ടുള്ള പരിചയത്തിൽ
ഇത്രയധികം ആവേശത്തോടെ അഭിമാനത്തോടെ ഒരു ജനാവലി ഒരു അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചതായി എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയ ഒരു ജനസമൂഹമാണ് ഈ ചടങ്ങിൽ സംബന്ധിച്ചിട്ടുള്ളത്. Footballer of the Year, Mr. Rafi, Principal of this institution, Mr. Bhaskar, Sandalaga Convener, Mr. Bhaskar Master, ഇവിടെ സംഗീതരായിട്ടുള്ള ഫുട്ബോൾ പ്രേമികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അത്യന്തം ആഹ്ലാദകരമായ സന്തോഷകരമായ നിമിഷങ്ങളാണ്. തൃക്കരിപ്പൂർ ഫുട്ബോളിന്റെ പെരുമ ദേശീയ തലത്തിലും അതുപോലെ അന്തർദേശീയ തലത്തിലും വീണ്ടും പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പ് അത് ഏതാക്കുമത് ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ കൂടിയാണെങ്കിൽ ഇന്ന് അത് ഫുട്ബോളർ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട മിസ്റ്റർ റാഫി കൂടിയാണ്. എനിക്കേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. മുഹമ്മദ് റാഫി കളിച്ചു വരുന്ന ഈ സ്കൂളിന്റെ ഒരു ആദരവ് 18-ാം തീയതി തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ വെച്ച് ഞങ്ങൾ പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുന്നു. റാഫിക്ക് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. റാഫി ഇനിയും വളർന്ന് വലുതാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. 12 വർഷത്തെ റാഫിയുടെ വളർച്ചയുടെ ഒരു ഗ്രാഫാണ് ഞാനിവിടെ വിവരിക്കാൻ പോകുന്നത്. 1998 ഈ സ്കൂളിന്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ റാഫി 1998 മണ്ണൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ റണ്ണേഴ്സായ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായി കളിക്കുപ്പായമണിഞ്ഞത്. ഏറെക്കാലമായി ഇന്ത്യൻ ഫുട്ബോളിന് ഏറ്റവും വലിയ പ്രാതിനിധ്യം കൊടുത്ത ചെറിയ ഒരു ഗ്രാമം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ തൃക്കരിപ്പൂരിനോട് കടപിടിക്കാൻ മറ്റാൾക്കും സാധിക്കും എന്ന് തോന്നുന്നു. റാഫിയുടെ കളി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. റാഫിയുടെ പിരിവഴക്കും റാഫിയുടെ പന്തിന്റെ അടക്കവും എല്ലാം നാച്ചുറലായി ജന്മാന്തരം കൊണ്ടുവന്നതാണ്. അതിന്റെ വളർച്ചയിൽ പല ആളുകളും സഹായിച്ചതാണ്, ആഗ്രഹിച്ചതാണ്. പക്ഷെ ആഗ്രഹത്തിനും സഹായത്തിനും അതീതമായി ഒരു പ്രത്യേക തരത്തിലുള്ള ശൈലി വികസിപ്പിച്ചെടുത്തത് റാഫി തന്നെയാണ്. റാഫി അങ്ങനെ വികസിപ്പിച്ചെടുക്കുകയും ഇന്ത്യയിലെ 1-ാം നമ്പർ കളിക്കാരനായി തൃക്കരിപ്പൂർ എന്ന് പറയുന്ന ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വളർന്ന് പങ്കെടുത്ത് ഇന്ത്യയുടെ തലപ്പത്ത് എത്തി നിൽക്കുമ്പോൾ ഈ രാജ്യത്തുള്ള വിദേശത്തുള്ള ആളുകൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഈ സ്വീകരണം കണ്ടപ്പോൾ എനിക്ക് ആകെ ഒരു കോരിത്തരിപ്പായി. രീതിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ എൻ്റെ സ്വന്തം നാട്ടുകാർ, എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു വരവേൽ കിട്ടുന്നത്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുള്ളത്. അത് കാരണം എന്നെ ഇവിടെ വരെ എത്തിച്ച എൻ്റെ ഗുരുക്കന്മാരിവിടെ ഇരിക്കുന്നുണ്ട്. രാമകൃഷ്ണൻ മാഷുണ്ട്, ഗോപാലൻ സാറുണ്ട്, അതുപോലെ മരിച്ചുപോയ MRC കൃഷ്ണൻ,
കുഞ്ഞികൃഷ്ണാട്ടൻ, പിന്നെ അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എല്ലാ നാട്ടുകാരും എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന് വളരെ സന്തോഷമാണ് ഞാൻ. അതുപോലെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യം പാഠമാക്കി നൽകിക്കൊണ്ട് ഇനിയും തൃശ്ശൂരിൽ ഒരുപാട് ഫുട്ബോൾ മുഖങ്ങൾ വളയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആത്മാർത്ഥമായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടും കരിപ്പൂരിന്റെ പൗരാവലി ഇന്നിവിടെ കൂട്ടം കൂടിയിരിക്കാൻ ഇത് കേവലം മുഹമ്മദ് റാഫിക്ക് നൽകിയ ഒരു